പാരീസിലെ പ്രശസ്തമായ ലൂവ്ർ മ്യൂസിയത്തിൽ നിന്ന് 9 ആഭരണങ്ങൾ കവർന്നു. മുഖംമൂടി ധരിച്ച 3 പേർ മ്യൂസിയത്തിൽ അതിക്രമിച്ച് കയറി കവർച്ചയ്ക്ക് ശേഷം ഒരു സ്കൂട്ടറിൽ രക്ഷപ്പെട്ടു. സംഭവത്തെ തുടർന്ന് അധികൃതർ ഇപ്പോൾ മ്യൂസിയം അടച്ചിട്ടിരിക്കുകയാണ്. മനു ഭാരത് വിവരങ്ങൾ നൽകും. മനു, വളരെ പ്രശസ്തമായിട്ടുള്ള ലൂവ്ർ മ്യൂസിയം, മൊണാലിസയുടെ ചിത്രം ഉൾപ്പെടെയുള്ള മ്യൂസിയം, അവിടെ ഇത്തരത്തിലൊരു മോഷണം നടക്കുക എന്ന് പറഞ്ഞാൽ അത് വളരെ ആസൂത്രിതമാണ്, പ്ലാൻഡ് ആണ്, അതിൽ തർക്കമില്ല. പക്ഷേ ഇത്തരത്തിലൊരു സുരക്ഷാ വീഴ്ച അതെങ്ങനെ സംഭവിക്കും? ഫ്രാൻസിലെ ഏറ്റവും പ്രസിദ്ധമായ മ്യൂസിയത്തിലാണ് ഇപ്പോൾ ഈ കവർച്ച നടന്നിരിക്കുന്നത്. നമുക്കറിയാം, ലൗവർ ദ മ്യൂസിയം ഓഫ് ഫ്രാൻസ് എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 73,000 സ്ക്വയർ മീറ്റർ വലിപ്പമുള്ള, നമ്മുടെ ഒരു 10 ഫുട്ബോൾ ഗ്രൗണ്ടുകൾക്ക് തുല്യമായ വലിപ്പമുള്ള ഒരു വലിയ മ്യൂസിയമാണ്. 1546-ലാണ് ഇത്തരം ഒരു ഫ്രഞ്ച് രാജകുടുംബത്തിൻ്റെ ഒരു കൊട്ടാരം നിർമ്മിക്കുന്നത്. അതാണ് പിന്നീട് മ്യൂസിയം ആയി മാറുന്നത്. ഫ്രഞ്ച് വിപ്ലവത്തിന് ശേഷം അത് 1773 ആണ് ഇത് പൊതുജനങ്ങൾക്കായി തുറന്നു കൊടുക്കുകയും ചെയ്തിട്ടുള്ളത്. അവിടെയുള്ള ക്രൗൺ ജുവൽസ് എന്ന് നമ്മൾ പൊതുവെ വിളിക്കുന്നത്, അതായത് രാജാക്കന്മാർ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ കുടുംബത്തിലെ അംഗങ്ങൾ, രാജാവോ രാജ്ഞിയോ ഒക്കെ ഉപയോഗിക്കുന്ന 9 സുപ്രധാനമായ ആഭരണങ്ങൾ ആണ് ഇവിടെ നിന്ന് നഷ്ടമായിട്ടുള്ളത്. ഇവർ വന്ന മോഷ്ടാക്കൾ വന്നത് 3 പേരാണ്. മാസ്ക് ചെയ്ത മുഖംമൂടികളെ വന്നാണ്. അപ്പം നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്ന ആ കോണി ഉപയോഗിച്ചാണ് ഇവർ അതിന് മുകളിലേക്ക് കയറിയിരിക്കുന്നത്. അതിന് നമ്മൾ ഒരു ബാസ്ക്കറ്റ് ലിഫ്റ്റ് എന്ന് വിളിക്കുന്ന ഒരു കോണിയാണ്. അതിലൊരു ബാസ്ക്കറ്റ് ഉണ്ട്. അത് അവിടെ നിന്ന് മേലേക്ക് ഇങ്ങനെ പൊക്കാൻ കഴിയുന്ന, വാഹനത്തിൽ നിന്ന് പൊക്കാൻ കഴിയുന്ന ഒരു ബാസ്ക്കറ്റ് ലിഫ്റ്റ് ഉപയോഗിച്ചാണ് ഈ മോഷ്ടാക്കൾ ഇതിനകത്തെ കടന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ചില അറ്റകുറ്റപ്പണികൾ നടക്കുകയായിരുന്നു. അതിൻ്റെ ഭാഗമായാണ് ഈ കള്ളന്മാർക്ക് അങ്ങോട്ട് കയറാൻ കഴിഞ്ഞത്. ഏതായാലും ഫ്രഞ്ച് പോലീസ് ഇത് സംബന്ധിച്ച് വിശദമായ ഒരു അന്വേഷണം തന്നെ നടത്തുന്നുണ്ട്. വരും ദിവസങ്ങളിൽ ഇത് മോഷ്ടാക്കളെ സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ലഭിക്കുമെന്നൊരു പ്രതീക്ഷയുണ്ട്. പക്ഷേ ഒരു ആഭരണം പുറത്തുനിന്ന് കിട്ടിയിട്ടുണ്ട്. അത് യുജിൻ രാജ്ഞി ഉപയോഗിച്ചിരുന്ന ഒരു ആഭരണം മോഷ്ടാക്കൾ കൊണ്ടുപോകുന്നതിനിടയിൽ അവരുടെ കയ്യിൽ നിന്ന് വീണുപോയതായിരിക്കാം. അതിന് വലിയ കേടുപാടുകൾ പറ്റിയിട്ടുണ്ടെങ്കിലും ഒരാഭരണം തിരിച്ചു കിട്ടിയിട്ടുണ്ട്. 9 ആഭരണങ്ങളാണ് ഇത്തരത്തിൽ മ്യൂസിയത്തിൽ നിന്ന് കൊണ്ടുപോയിട്ടുള്ളത്. റൈറ്റ്. ഈ മോഷ്ടാക്കളെ പറ്റിയുള്ള യാതൊരു തുമ്പും ഇതുവരെ ലഭിച്ചിട്ടുമില്ല അല്ലേ? ഇതുവരെ ഈ മോഷ്ടാക്കൾ വന്നു, അവർ ആദ്യം മോഷണത്തിന് ശേഷം ഒരു ബൈക്കിൽ കയറി പോകുന്നൊരു സാഹചര്യമാണ് ഉണ്ടായത്. പക്ഷേ അവിടുത്തെ സാംസ്കാരിക മന്ത്രി ഉൾപ്പെടെയുള്ളവർ സ്ഥലത്തെത്തി കാര്യങ്ങൾ നിരീക്ഷിക്കുന്നുണ്ട്. ഇത് എങ്ങനെ ഇവർക്ക് ഇതിനകത്തേക്ക് കടന്നു കയറാൻ കഴിഞ്ഞു, പിന്നെ ഒരു മോട്ടോർ സൈക്കിളിൽ എങ്ങനെ രക്ഷപ്പെടാൻ കഴിഞ്ഞു എന്നതിനെ സംബന്ധിച്ചൊക്കെയുള്ള ഒരു അന്വേഷണം അവർ നടത്തുന്നുണ്ട്. സ്വാഭാവികമായും ഇതിനെപ്പറ്റി ഇവിടുന്ന് നഷ്ടമായ ഈ ആഭരണങ്ങളെന്ന് പറയുന്നത് വിലമതിക്കാനാകാത്ത ആഭരണങ്ങളാണ്. മാത്രമല്ല, ഈ മ്യൂസിയത്തിൽ നിന്ന് പലപ്പോഴും ചില തരത്തിലുള്ള മോഷണങ്ങളൊക്കെ പോയിട്ട്, നമുക്കറിയാം മോണോലിസ, പ്രശസ്തമായ മോണോലിസ എന്ന പെയിൻറ്റിംഗ് ഉള്ളൊരു മ്യൂസിയമാണ്. ഈ മോണോലിസയുടെ പെയിൻറ്റിംഗ് തന്നെ അവിടെ നിന്ന് 1911 അവിടെ നിന്ന് മോഷണം പോവുകയും പിന്നെ 2 വർഷം കഴിഞ്ഞ് ഫ്ലോറൻസിൽ നിന്ന് കണ്ടെടുക്കുകയും ഒക്കെ ചെയ്തൊരു സാഹചര്യമുണ്ട്. അപ്പോൾ ഫ്രാൻസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വിലമതിക്കാനാകാത്ത തരത്തിലുള്ള സമ്പാദ്യമുള്ളൊരിടം. അവിടെ നിന്ന് ഈ മോഷ്ടാക്കൾ ഇത് കൊണ്ടുപോയിട്ട് ഇത് അങ്ങനെ എളുപ്പത്തിൽ എവിടെയും കൊണ്ടുപോയി വിൽക്കാൻ കഴിയില്ല എന്നൊരു പ്രതീക്ഷയാണ് അധികൃതർക്കുള്ളത്. അതുകൊണ്ട് തന്നെ ഇവർ പെട്ടെന്ന് പിടിയിലാകും എന്നൊരു വിശ്വാസം ഇപ്പോൾ ഫ്രഞ്ച് സർക്കാർ പ്രകടിപ്പിക്കുന്നുണ്ട്. റൈറ്റ്. എന്നാണെങ്കിലും ലൂവ്ർ മ്യൂസിയം വളരെ പ്രശസ്തമാണ്. ആ മ്യൂസിയത്തിലാണ് ഇത്തരത്തിൽ മോഷണം, വളരെ പ്രധാനപ്പെട്ട പുരാവസ്തു ശേഖരം ഉൾപ്പെടെ അമൂല്യമായിട്ടുള്ള വസ്തുക്കൾ ഉൾപ്പെടെയുള്ള ഒരു മ്യൂസിയത്തിൽ മോഷണം നടന്നു എന്നുള്ളത് രാജ്യാന്തര തലത്തിൽ പോലും ഞെട്ടിപ്പിച്ച ഒരു വാർത്തയായി മാറി. മനു ഭരതാണ് വിവരങ്ങൾ നൽകിയത്.